നമസ്കാരം. ശ്രദ്ധിക്കൂ. ഇന്ന് ബ്രാഹ്മമുഹൂർത്തത്തിനെ കുറിച്ചിട്ടൊന്ന് പറയാം. സൂര്യോദയത്തിന് 7 നാഴിക മുമ്പുള്ള ശുഭമുഹൂർത്തത്തെയാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. 2.5 നാഴിക കൂടിയതാണ് 1 മണിക്കൂർ. അപ്പോൾ അതിനെ നോക്കുമ്പോൾ പുലർച്ചെ 3:30 മണിയോടടുത്ത സമയമാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയം നിർമ്മലവും ശാന്തിപൂർണവുമായിരിക്കും. ദേവപൂജകൾ ആരംഭിക്കുവാൻ ശുഭകരവും മഹാത്മ്യമേറിയതുമായ ഒരു സമയമാണത്. തമസിൻ്റെ മൂടുപടം അകറ്റി വെളിച്ചത്തിന് നാന്ദി കുറിക്കുന്ന അസുലഭ വേള. ഈ ഉറങ്ങുന്ന പ്രകൃതി ഉറക്കമുണർന്ന് പ്രവർത്തനക്ഷമമാകുന്ന ധന്യമുഹൂർത്തം. ഈ മുഹൂർത്തം ദേവഗണ പ്രധാനമാണ്. ഈ ശുഭവേളയിൽ ഉണർന്ന് ദേവപൂജാകർമ്മങ്ങളിൽ വ്യാപൃതരാകുന്ന വ്യക്തിയുടെ ബുദ്ധി ഉണരും. ശരീരം രോഗവിമുക്തമാവുകയും അതിന് ഒരു ശക്തി സിദ്ധിക്കുകയും ചെയ്യും. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ മഹർഷീശ്വരന്മാർ ഐശ്വര്യപ്രദായകമായ ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ജപതപാദികൾ നടത്തിയിരുന്ന ശുഭവേളയാണ് ഈ ബ്രാഹ്മമുഹൂർത്തം. ബ്രാഹ്മമുഹൂർത്തം ശുഭവേളയായതിനാലേ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും സത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ സമയം. ഈ അവസരത്തിൽ ശബ്ദമലിനീകരണമോ വായുമലിനീകരണമോ ഇല്ല. പ്രകൃതി ശാന്തസുന്ദരാണ്, നിർമ്മലവുമായിരിക്കും. ഈ പുലർക്കാല വേളയിൽ നടത്തപ്പെടുന്ന ക്ഷേത്ര ദർശനത്തെയാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രാണായാമം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും സിദ്ധിക്കും. ഈ ബ്രഹ്മജ്ഞാന മുഹൂർത്തമാണ് ബ്രാഹ്മമുഹൂർത്തം. ബ്രാഹ്മം എന്നാൽ ബ്രഹ്മത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കുറിക്കുന്നു. മുഹൂർത്തം എന്നാൽ ശുഭസമയത്തെ കുറിക്കുന്നു. അതുകൊണ്ട് ഈ മുഹൂർത്തം സർവദാ ശുഭസൂചകവും ശുഭദായകവുമാണ്. പ്രകൃതി കനിഞ്ഞ് പ്രദാനം ചെയ്യുന്ന സ്വസ്ഥവും ശാന്തവുമായ ഈ അന്തരീക്ഷം കലകൾ അഭ്യസിക്കൽ, പഠനം നടത്തൽ ഇതിനൊക്കെ ഏറെ വിശേഷപ്പെട്ട മുഹൂർത്തവുമാണ്.